നമസ്കാരം. സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ മസ്കറ്റിലെ സിറ്റി സെൻറ്ററിൽ ഇൻഗ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ്. ഇന്ന് ഇൻഗ്ലോട്ട് പ്രോഡക്റ്റ് ആ ഷോപ്പിലേക്കാണ് ഞാനിന്ന് കയറുന്നത്. അവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇൻഗ്ലോട്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫേസിൽ അവർ എനിക്ക് പറ്റിയ പ്രോഡക്റ്റ് ഇട്ടിട്ട് ഒന്ന് ലൈറ്റ് മേക്കപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അറബിയാണ്. അപ്പോൾ അറബി മേക്കപ്പാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത്. ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഐഷാഡോ, ഇത് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനാണ്. ഐസിനുള്ള ബ്രഷുകളാണ് കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോണ ആള് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, പേരൊക്കെ ഒന്ന് ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഇവരുടെ ഭാഷയൊന്നും അറിയില്ല കേട്ടോ, എന്നാലും എനിക്കറിയുന്ന പോലൊക്കെ ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പെൺകുട്ടി ഈ കുട്ടിയാണ് കേട്ടോ. ഇത് അറബി ലേഡിയാണ്. യു അറബി? Yeah, I can speak Arabic or English. Arabi? Yeah. Okay. Your name? Rawan. Okay. Good for your makeup. Okay. English brand. ഓക്കെ, എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് ഈ പെൺകുട്ടിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം എൻ്റെ ഫേസിലുള്ളതൊക്കെ എല്ലാം തുടച്ച് മാറ്റാൻ പോവാണ് കേട്ടോ. ഇവിടെ എന്താണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഉണ്ടോ, ടോണറാണ് ഇപ്പോൾ ഫസ്റ്റ് ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിൽ. എൻ്റെ സ്കിൻ ഓയിലിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഓയിലി സ്കിന്നിന് പറ്റിയ ടോണറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, So first of all, I want to clean her face with this toner for oily skin. Makeup in her face. Bus only Sunday. അപ്പോൾ ഈ പെൺകുട്ടി അറബി പെൺകുട്ടിയാണ് കേട്ടോ. ഈ പെൺകുട്ടിയുടെ പേര് റവാൻ എന്നാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ ഫേസ് മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ. അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ മറന്നിട്ട് ഈ അറബി പെൺകുട്ടിയോട് മലയാളത്തിലൊക്കെ സംസാരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രൈമറാണോ? Yeah, before you put makeup, you have to put the primer to protect your skin. ഓക്കെ, Yeah. ഇൻഗ്ലോട്ട്. Yeah. ഓക്കെ. അഞ്ച് സ്ഥലത്താണ് ഒരു പ്രൈമറിൻ്റെ ഡോട്ട് ഇട്ടത്. അതിന് ശേഷം എല്ലായിടത്തും ഈവണാക്കിയിട്ട് അവരിട്ടു. ഇനി അടുത്തത് നെക്സ്റ്റ്. അപ്പോൾ ഇവരിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം പറഞ്ഞിട്ടത് എനിക്ക് ഭയങ്കര ലൈറ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇട്ടപ്പോൾ അത് കറക്റ്റാണെന്ന് പറഞ്ഞു. ആദ്യം ഇട്ടത് ഇതാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു. എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് 77 ഇതാണ് എൻ്റെ നമ്പർ. കണ്ടോ, ഇൻഗ്ലോട്ടാണ്. Yeah, full cover foundation. ഫൗണ്ടേഷൻ. Yeah. ഓക്കെ, Use this brush for foundation. ഓക്കെ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനുള്ള Yeah. ബ്രഷാണത്. ഓക്കെ. Now we will apply on your face. ഓക്കെ, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല. അറബി മേക്കപ്പിൽ എന്തായാലും മേക്കപ്പ് കുറച്ച് ഓവറായിരിക്കും. പക്ഷേ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് വീതാക്കി കൊണ്ടുവരാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്തത് ഇടാൻ പോകുന്നുണ്ട്. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. ഇതെന്താ? Powder, compact powder. ആ, Yeah.
കോമ്പാക്ട് പൗഡർ. Yeah, this one is good for you. I will use same Same brush brush. because it's good for foundation and powder. Yeah. സെയിം ബ്രഷ്. Yeah, same brush. ഇത് കോമ്പാക്ട് പൗഡർ. Compact powder, Okay. yeah. Okay. For finishing matte for your face. okay. Yeah. We'll apply in all your face. Guys, yeah. ഇവിടെ ഇവിടുത്തെ ലേഡീസ് പ്രത്യേകിച്ച് അറബി ലേഡീസ് അല്ലേ, ലേഡീസ് ആയാലും ശരി ജെൻസ് ആയാലും ശരി നല്ല ബിഹേവിയറാണ്. അതാണ് നമുക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. ഞാൻ വന്ന് ചോദിച്ചു ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ക്യാഷ് ചോദിച്ചതൊന്നും ക്യാഷൊന്നും എനിക്ക് വേണ്ട, എനിക്ക് മേക്കപ്പ് ചെയ്ത് തരിക ഇവിടുത്തെ പ്രോഡക്റ്റ് വെച്ചിട്ട്, ഇങ്ങോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബിഹേവിയറാണ് ഇവരുടെ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് എന്താ? Blusher. ബ്ലഷർ. Yeah, I will use this shiny blusher, orange. Yeah. And I will use this brush, fluffy brush. Yeah. ബ്ലഷ്. Smile. For your tone skin, the orange blusher is good for you. okay. Yeah. എനിക്ക് ഈ ഓറഞ്ച് ബ്ലഷാണ് നല്ലതെന്ന് പറയാറ്. ഇവർ ചെയ്യുന്ന മെത്തേഡൊക്കെ കറക്റ്റാണ് കേട്ടോ. അതായത് ഇപ്പോൾ ബ്ലഷ് ഇടുകയാണെങ്കിലും, അതായത് ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ 5 സ്ഥലത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. 2 കവിള്, താടി, മൂക്ക്, നെറ്റി. അതവർ കറക്റ്റാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ? അടുത്തത് എടുക്കാൻ പോയേക്കാം കേട്ടോ. എല്ലാ തണുക്കണ കാരണം കൊണ്ട് കോട്ടിടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോഴേ ഭയങ്കര തണുപ്പാണ്. First, I will put for you concealer. Yeah. Close your eye. കൺസീലർ. Yeah. ഓക്കെ. Yeah. You can apply by your finger. ഫിംഗർ വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. Yeah. ഓക്കെ. First of all, you put the dark one. Yeah. And apply in your eyes. Darker and then lighter. Yeah. Ano? Yeah. By mistake, I put first the lighter one. Yeah. ഡാർക്ക് ദെൻ ലൈറ്റ്. Yeah. ഓക്കെ. First, the colors for eyeshadow will be clear. Okay. Yeah. Plus. അതും ഡാർക്ക് ഇട്ട് ഇനി ലൈറ്റ്. Yeah. ഓക്കെ. So now we have 3 colors. Okay. 3 കളേഴ്സ്. Yeah. ഓക്കെ. First of all, we will look this, the base one. ഓക്കെ. Yeah. With this brush. ഓക്കെ. Yeah. First base. So it's for you this color. Next, yeah. next. Nice color. ഓറഞ്ച്. അപ്പോൾ ഐ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ്. ഓക്കെ. സെക്കൻഡ്. ഓക്കെ ഓക്കെ. തേർഡ്. ഓക്കെ. Use this brush to put for hair this nice trimmer. ഓക്കെ. Yeah. ഇനി മൂന്നാമത്തെ ഇതാണ് കേട്ടോ. അവർ കാണിച്ചെന്ന 3 എൻ്റെ കണ്ണും ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ലൈറ്റ്, പിന്നെ ഡാർക്ക്, പിന്നെ അത് കഴിഞ്ഞ് ലൈറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, എന്തായാലും ഇവിടുത്തെ മേക്കപ്പ് നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താ? Yeah, I will use this brown eyeliner and this the black mascara. ഓക്കെ. Yeah. ഓക്കെ.
Just lip here, in front. Close. Okay, open. I watch for you. Small line. See? Yeah. ഓക്കെ. It's good for you like this. It is open. Now see it from front view. പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കണ്ണെഴുതിയിട്ട് വാലിടാറുണ്ട്. അതിപ്പോൾ ഇവർ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. Clean. ഓക്കെ. Now, yeah. Now I will build for you mascara. This black mascara, and will give for eyelash volume. ഓക്കെ. Yeah. ഈ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐലാഷ് നല്ല വോളിയം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ചെയ്ത് കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ. ശരിയാണല്ലോ, മസ്കാര നല്ല അടിപൊളി സൂപ്പറാണ് കേട്ടോ. For your eyebrow, first of all, we will use this soap to lifting your eyebrow ഓ Yeah. ഓക്കെ ഓക്കെ. by using this brush. ഓക്കെ. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചു നോക്ക്. ഇതിപ്പോൾ എൻ്റെ ഐബ്രോസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ഇൻഗ്ലൂട്ടിൻ്റെ വൈറ്റ് ജെല്ലാണ്. നമ്മുടെ പുരികത്തിനെ വളരെ ഒതുക്കി വയ്ക്കുകയാണ്. ഒതുക്കി വയ്ക്കുക മാത്രമല്ല കേട്ടോ, നല്ല ഷേപ്പ്, അതായത് നമ്മൾ ആർച്ച് ഷേപ്പിൽ ത്രെഡ് ചെയ്ത പോലെ നമുക്ക് തോന്നിക്കും. നല്ല ഭംഗി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ജെല്ല് മാത്രം ഇട്ടപ്പോഴേക്കും രണ്ട് പുരികം കണ്ടോ, ഭയങ്കര വ്യത്യാസം വന്നു അല്ലേ. ഇതിപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ സിറ്റി സെൻറ്ററിൽ ഇൻഗ്ലോട്ട് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ആ ഇൻഗ്ലോട്ട് ഷോപ്പിലത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര് അറബിയാണ്, പക്ഷേ എനിക്ക് ആളുടെ പേര് കണ്ട് മനസ്സിൽ നിൽക്കുന്നില്ല. റവോൺ. ആ ഓക്കെ, റവോൺ എന്നാണ് പേര്. നല്ല ബിഹേവിയർ കേട്ടോ, നല്ല സ്വഭാവം. ഇതിപ്പോൾ അറബി മേക്കപ്പാണ് കേട്ടോ എനിക്ക് ചെയ്യുന്നത്, അത് ഇൻഗ്ലൂട്ടിൻ്റെ. എൻ്റെ ഐബ്രോ കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പറല്ലേ, അസലായിട്ടുണ്ടല്ലേ. See, nice. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് എന്താ? I was going to use for you gel, but now you don't. Yeah.
First, I want to use for her the gel, eyebrow gel, but now she don't need because already your eyebrow is dark. ഓക്കെ So yeah. അപ്പോൾ ജെല്ല് കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യണം. Because we use the soap and see your eyebrow is dark. You don't yeah. need. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രൗൺ കളറിലുള്ള ഐബ്രോ ജെല്ല് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ എനിക്ക് ചെയ്യുന്നില്ല. കാരണം എനിക്കിപ്പോൾ തന്നെ ഈ വൈറ്റ് ജെല്ലിട്ടപ്പോൾ തന്നെ ഡാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വേറെ ഒന്നും അപ്ലൈ ചെയ്യണ്ട. I will use this concealer 62 under the eyebrow to clean. ഐബ്രോസിൻ്റെ അവിടെ ലൈൻ ചെയ്യാൻ, അതായത് ഐബ്രോസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കൺസീൽ ചെയ്യാണ്. കൺസീൽ ചെയ്തപ്പോൾ നല്ല ഭംഗിയും അതുപോലെ നല്ല ഫിനിഷിങ്ങും വന്നു ഐബ്രോസിൻ്റെ അവിടെ, അല്ലേ? I will put more eyeshadow for her. ഐ ഷാഡോ. Yeah. ഓക്കെ. ആ ഓക്കെ. Same color we used before. I will put it here. Okay. I will use for you lip liner first of all, brown lip liner, then the lipstick, ഓക്കെ. pinkish. ഓക്കെ. ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കൊക്കെ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? കമൻസ് ഇട്ടോളാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവർ ഒരു അറബിയാണ്, എന്നിട്ടും ഇത്രയും ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഒമാൻ അറബി മേക്കപ്പാണിത് കേട്ടോ. ഇപ്പോൾ അപ്ലൈ ചെയ്ത മസ്കാര ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ലാഷ് കണക്ട് ചെയ്ത പോലെ തന്നെയായി, അല്ലേ? Gloss. See? ലിപ് ഗ്ലോസ്. Yeah. ഓക്കെ. ഫിനിഷ്. ഓക്കെ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റോവാൻ എന്നെ മേക്കപ്പ് ചെയ്തത് എല്ലാവരും കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ മേക്കപ്പ്. നന്നായിട്ടുണ്ടല്ലേ മേക്കപ്പ്? I can take a picture for you. Okay. ഓക്കെ. അപ്പോൾ നമ്മുടെ റോവാൻ ആണ്, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് റോവാനാണ് എന്നെ മേക്കപ്പ് ചെയ്തത്. ഇത് ഇൻഗ്ലോട്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഓരോന്ന് ഇതിൽ നോക്കിയിട്ട് നമ്പർ സഹിതം പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പറായില്ലേ? See her makeup. So nice. Thank Close you. your eye. ഹഗ്. ഓ, ഇപ്പോൾ റവാനേക്കാൾ ഞാൻ വെളുത്തു അല്ലേ? ഇതാണ് ഇവരുടെ മേക്കപ്പ് കേട്ടോ. സൂപ്പർ മേക്കപ്പ്. കൂടുതൽ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല, എങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ Okay. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തത്, അതായത് ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്തു. Yeah. ആ, പിന്നെ ചെയ്തത് പ്രൈമർ ഇട്ടു. പ്രൈമറിന് ശേഷം ഇതാണ് നമ്മുടെ ഇൻഗ്ലോട്ടിൻ്റെ ഇത് നമ്പർ കണ്ടോ.
ഇതാണ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനാണ് എനിക്ക് അപ്ലൈ ചെയ്തത്. പിന്നെ അതിൻ്റെ ബ്രഷാണിത്. അതൊക്കെ ഇൻഗ്ലോട്ടിൻ്റെ ബ്രഷാണ്. പിന്നെ നെക്സ്റ്റ് കൺസീലർ അത് ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട്. അതാണ് കണ്ണിൻ്റെ അവിടെ ചെയ്തത്. പിന്നെ ഐ മേക്കപ്പിന് അതാണ് ചെയ്തത്. പിന്നെ ഈ മസ്കാര ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. അതായത് നമ്മുടെ ഐലാഷസ് വെച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഈ മസ്കാര ഇട്ടപ്പോൾ എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നിയത്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് ഐലൈനർ. ഇതും നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലതാണ് ഐലൈനർ. ഇതൊക്കെ ഇൻഗ്ലോട്ട് തന്നെയല്ലേ? ഇൻഗ്ലോട്ട് നമ്പർ 02. ഓക്കെ. ഇതിന് നമ്പർ നോ നമ്പർ. ഓക്കെ, അപ്പോൾ അതിന് നമ്പറില്ല. ഇനി അടുത്തത് വേറെ ഒന്നുമില്ല. അതെല്ലാം ദിസ് വൺ. ഇത് നമ്മുടെ പുരികത്തുമ്മ ഇട്ട ജെല്ലാണ്. നമ്പർ ഓക്കെ. പിന്നെ ജെല്ലിട്ടപ്പോൾ നമ്മുടെ ഹെയറൊക്കെ വളരെ ഒതുങ്ങി ഇരുന്നു. പിന്നെ അവിടെ ഒരു നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ച് എഴുതേണ്ട ഇതൊന്നും വന്നില്ല. പിന്നെ ഇത് ഇൻഗ്ലോട്ടിൻ്റെ ബ്ലഷ് എനിക്ക് യൂസ് ചെയ്ത് ഇതാണ് കേട്ടോ. എൻ്റെ നമ്പർ ബ്ലഷറിൻ്റെ നമ്പർ 40 കേട്ടോ, ഇൻഗ്ലോട്ടിൻ്റെ. ഓക്കെ, അതാണ് എനിക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. നേരത്തെ എനിക്ക് ഹൈലൈറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോൾ അത് 01 ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്പർ ഉണ്ടോ? ഇതാ ഹൈലൈറ്റ് ഇൻഗ്ലോട്ടിൻ്റെ. ഓക്കെ, ഇതാണ് എനിക്ക് അപ്ലൈ ചെയ്ത ലിപ് പെൻസിലാണിത്. എൻ്റെ നമ്പർ 41. നമ്പർ 41. 41 ഇൻഗ്ലോട്ട്. അത് ലിപ് ലൈനറാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇതാണ് ഇട്ടത്. ലിപ്സ്റ്റിക്കിൻ്റെ നമ്പർ 405 കേട്ടോ. നല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മേക്കപ്പിന് ഇൻഗ്ലോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ നമ്മുടെ അറബിക്കുട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് റോവാൻ ചെയ്ത ഇൻഗ്ലോട്ട് മേക്കപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇൻഗ്ലോട്ടിൻ്റെ മേക്കപ്പാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. റവാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ. എനിക്കിന്ന് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത 2-3 കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഒന്ന്, എനിക്ക് മസ്കാര 2 തരം മസ്കാര ഇട്ടു. ആ 2 മസ്കാരയും നല്ല സൂപ്പർ മസ്കാരകളാണ്. കൂടാതെ നമ്മുടെ ഐബ്രോസിലിട്ട വൈറ്റ് ജെല്ല് അതും അടിപൊളി സൂപ്പറാണ്. പിന്നെ അതുകൂടാതെ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് റവാൻ ഇന്ന് എനിക്ക് ചെയ്ത മേക്കപ്പിൻ്റെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് താല്പര്യമുണ്ട്, വേണം, മസ്കറ്റിൽ നിന്ന് ഞാൻ വരുമ്പോൾ കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക. അതിൻ്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ പോയിട്ട് ചോദിക്കും. എന്നിട്ട് ഷോപ്പുകാർ എത്ര പറയുമെങ്കിൽ ഞാനത് പറയും. അപ്പോൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരിക. അപ്പോൾ ഞാൻ വരുമ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നമ്മുടെ ഇൻഗ്ലോട്ടിൻ്റെ മേക്കപ്പ് എത്ര നേരം നിൽക്കുന്നു ചോദിച്ചു. അവർ പറയുന്നത് 24 മണിക്കൂർ നിൽക്കുന്നതാണ് പറയുന്നത് അല്ലേ? ഒന്ന് I put for her makeup, all the makeup matte finishing, so the makeup will be long lasting. Long lasting. Yeah, because all the product is matte. Yeah, because you have oily skin. ഓക്കെ. അപ്പോൾ ഇത് അറബി പെൺകുട്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.